നോക്കിയോ? മുഴുവനും ഉണ്ടല്ലോ. ഇല്ല, കാണായിരുന്നു. എന്നാ സമയം നാളെ വരണ്ട കേട്ടോ. അത് ശരി. ശമ്പളം തന്നു കരുതി ചുമ്മാ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. മിനിമം 6 മാസം മുമ്പെങ്കിലും രേഖാമൂലം നോട്ടീസ് തന്നറിയിക്കണം. അതാണ് ഇവിടത്തെ തൊഴിൽ നിയമം. അതറിയാവോ? ഷിക്കാഗോയിൽ എന്താ നടന്നത്? എന്ത്? ഉസ്ബെക്കിസ്ഥാനിലും പാകിസ്ഥാനിലും എന്ത് കിടന്നു? പെലെ അത് വ്യക്തമായിട്ട് പറഞ്ഞാലേ. ചുമ്മാ ഒരു ടാക്കീസും പണിത് കെട്ടി ചൂരെടുത്ത് മുറ്റം അടിച്ചുകൊണ്ടുള്ള കാര്യമൊന്നും നടക്കില്ല. നിങ്ങൾ കാര്യം പറ. എല്ലാ കാര്യം എന്നോട് പറയണോടാ. പറയേണ്ട വരും. എടാ അമ്മയുടെ ശ്രാദ്ധമാടാ മണ്ട. ശ്രാദ്ധം? ചേച്ചി എന്താ പറ്റിയ സത്യം പറ. എടാ അമ്മയുടെ ഓർമ്മ ദിവസാടാ. അതായിരുന്നു. പേടിപ്പിച്ചു കളഞ്ഞല്ലേ ചേച്ചി. നാളെ സദ്യ ഉണ്ട്, നീ വരണം കേട്ടോ. സദ്യയൊക്കെ ഉണ്ട് ഇതിന്. അത് ശരി. അപ്പൊ ഇത് ആണ്ടിൽ നടത്തുന്ന എന്തിനാ? ദിവസവും നടത്താൻ മേലേ? ശ്രാദ്ധം അതെന്നാ? അത് എത്രയായി? 30 രൂപ. 30 രൂപയോ? അമ്മച്ചി പെട്രോളിനൊക്കെ വലിയ വിലയാ. ഇപ്പൊ ജീവിക്കട്ടെ. നിങ്ങൾ അങ്ങനെ എല്ലായിടത്തും പിടിച്ചു പറിച്ച് ജീവിക്കരുത്. ഞാൻ എപ്പോഴും 20 രൂപയാ കൊടുക്കുന്നത്. 20 രൂപ മതി. അതൊക്കെ മതി. ആ ബാഗ് എടുക്ക ചേച്ചി. അടുത്തത് 955 രൂപ. ഉണ്ണി, ആ വിളക്കില് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് അണയാതെ നോക്കണേ. കരിന്തിരി കത്തിക്കൂടാ. ചേച്ചി ഞാൻ പോയി നോക്കാം. അമ്മായി, മോളെ ഞാൻ വന്നു. നല്ല ആളാ അമ്മായി. ഇപ്പോഴെങ്കിലും വന്നല്ലോ. രാവിലെ അമ്മായിയും കുട്ടി ബലിയിടാൻ പോണോന്ന് വിചാരിച്ചതാ. എന്റെ കാര്യമൊക്കെ നിനക്ക് അറിഞ്ഞൂടെ വിമലേ? നമ്മുടെ മണ്ണാത്തി ജാനൂനെ പോലെയാ എന്റെ കാര്യം. അലക്കൊഴിഞ്ഞിട്ട് നേരമില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഉണ്ണിയപ്പം, മുറുക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്ത് കഴിക്കാം. എല്ലാം നിനക്കുള്ളതിലടി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരും. അമ്മായി, ഞങ്ങൾ ഇവിടുന്ന് പ്രശ്നമില്ല. ഒരു 4 ദിവസമെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കണം. അത് നന്നായി. അവിടെയും നിങ്ങളെ പോലെ 2 പെമ്പിള്ളേരുണ്ട്. അവരുടെ കാര്യം കൂടെ നോക്കണ്ടേ? അടുത്ത മാസം ഗോപാലകൃഷ്ണൻ നാട്ടിൽ വരുന്നുണ്ട്. അവൻ വന്നാ പിന്നെ വീട്ടിലാളായി. അപ്പൊ പിന്നെ എനിക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരികയോ നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം. ഗോപിയേട്ട വന്ന അപ്പൊ തന്നെ അമ്മായി അറസ്റ്റ് ചെയ്തും കൊണ്ടുവരണം കേട്ടോ. അന്നമ്മായി വാക്ക് മാറ്റി പറയരുത്. നിങ്ങൾക്ക് 4 ആൾക്കും അങ്ങോട്ട് വന്ന് 2 ദിവസം നിന്നൂടെ? അതും നിങ്ങൾ കളിച്ചു വളർന്ന വീടല്ലേ? എന്റെ അമ്മായി ടാക്കീസ് അടച്ചിട്ടേച്ച് എങ്ങനെ അമ്മായി ഞങ്ങൾ അങ്ങോട്ട് വരുന്നേ? ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ. എന്നാലും അമ്മായിയെ കുറിച്ച് ഞങ്ങൾ പറയാത്ത ദിവസങ്ങളില്ല. ഞങ്ങൾക്ക് അമ്മയെ പോലെ തന്നെ അല്ലേ അമ്മായി? അമ്മായി കാരണല്ലേ ഞങ്ങൾ 4 ആളും ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. അമ്മായിക്ക് കഴിക്കാൻ തന്നെ എടുത്തോളൂ. ഇവളെ ഇങ്ങനെ നിർത്തിയാ മതിയോ? നമ്മുടെ തെക്കേതിലെ കാത്തുന്റെ ഒരു മോനില്ലേ വിഷ്ണു, 28 വയസ്സേ ഉള്ളൂ. നല്ല ചെക്കനാ. അവനിപ്പോ സർക്കാർ ബസ്സിലെ കണ്ടക്ടറാ. നിനക്കറിയില്ലേ? പിന്നെ നമുക്കതങ്ങ് ആലോചിക്കാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അമ്മായി. ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. ആ കണ്ടക്ടർ ചെക്കനെ മറ്റാർക്കെങ്കിലും ടിക്കറ്റ് കൊടുത്ത് വണ്ടി വിട്ടോട്ടെ. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. നീയാണോ തീരുമാനിക്കുന്നത്? ആ വിളക്ക് എണ്ണ ഒഴിക്കടി. അവളൊരുത്തി. അമ്മായി, അവക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കെട്ടിക്കോളാം. വലിയ വർത്താനം പറയില്ല. അതൊക്കെ എടുത്ത് വെക്കടി. എടുത്ത് വെക്ക. നിങ്ങൾ 4 ആളുടെയും കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ടിട്ടേ. ഇത് ഞാൻ പാർവതിക്ക് കൊടുത്ത വാക്കാ. ഇന്നലെയും ഞാൻ അവള് സ്വപ്നം കണ്ടു. നിന്റെ അമ്മയെ. അവൾ ഉറക്കത്തിൽ വന്ന് എന്റെ അടുത്ത് ഒന്ന് പറയുക, എന്റെ വിമല മോളുടെ കാര്യത്തിലാ എനിക്ക് വേവലാതിന്നു. എന്നിട്ട് എന്തെല്ലാമോ പറഞ്ഞു കരഞ്ഞു. അന്ന് ടാക്കീസ് എഴുതി വാങ്ങിക്കാൻ നിന്റെ അച്ഛൻ എന്തുമാത്രം പുകില ഉണ്ടാക്കിയത്. പാവം പാർവതി. അതിന്റെ പേരിൽ എന്തൊക്കെയാ അവള് സഹിച്ചത്. അന്ന് അത് എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഗതി എന്താവുമായിരുന്നു? മോള് അമ്മയുടെ കർമ്മം ചെയ്തവളാ. എല്ലാ അർത്ഥത്തിലും തിരിച്ചറിവാവുന്ന പ്രായത്തിൽ തന്നെ എന്റെ മോള് സഹോദരങ്ങൾക്ക് അമ്മയായില്ലേ? അനാഥരായ നിങ്ങൾ 4 ആളുടെയും കൈപിടിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മായി ടാക്കീസിന്റെ പടിയിറങ്ങുമ്പോ മോളുടെ മുഖത്തുണ്ടായിരുന്ന ആ വേദന ഞാൻ ഇന്നും മറന്നിട്ടില്ല. ആ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ മോളെല്ലാം ചെയ്യുന്നില്ലേ? അതിനു മോക്ക് ഈശ്വരൻ ആയുസ്സും ആരോഗ്യവും തരും. മോളെ, അമ്മായിക്ക് പ്രായമായി. അടുത്ത അമ്മയുടെ ശ്രാദ്ധത്തിന് മുമ്പെങ്കിലും മോള് മിന്നുകെട്ടി കാണണമെന്ന് അമ്മായിയുടെ ആഗ്രഹം. അനിയത്തി കുട്ടികൾക്ക് മാത്രമല്ല, മോക്കും വേണം ഒരു ജീവിതം.
ഇനി അത് വൈകിക്കൂടാ. ഇവിടെ തന്നെ ആയിരിക്കും അമ്മാവൻ കിടക്കുന്നത്. ദാ. നിന്റെ അമ്മാവനെ ചിതയിലേക്ക് വെച്ച് തീ കൊളത്തെ ഞാൻ സ്ഥലം വിടും. അല്ലാതെ സഞ്ജയനും അടിയന്തരം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നാട്ടിൽ പല പണികളതാ. എടാ, അതിന് അമ്മാവൻ എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയാതെ. ഞാനെല്ലാം വളരെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ആളാ. വളരെ സീരിയസ് ആണെന്നല്ലേ പറഞ്ഞത്. ആ, അതുകൊണ്ട് എന്റെ അപ്പം സൈക്കിൾ തട്ടി ആശുപത്രി കിടന്നപ്പോ അദ്ദേഹം തട്ടിപ്പോയെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോ സംഭവം ശരിയായില്ലേ? ഓ, എടാ, നീ ആ കരുനാക്ക് വിളിച്ചൊന്നും പറയാതെ. വടിയായ അമ്മാവന് നേരിട്ട് കണ്ടാലേ അവൻ വിശ്വസിക്കും. അത് അമ്മാവനല്ലേ? ഏയ്, നിന്റെ അമ്മാവ് ഇപ്പൊ മോർച്ചറി കാണും. വാ നോക്കാം. വിട്ടെ. അമ്മാവാ, മോൻ വന്നോ? എന്റെ പ്രവചനം ആദ്യമായിട്ട് തെറ്റി. കുതിരയെ പോലെ ചാടിച്ചാടി നടന്ന ഈ അമ്പാവന്റെ കിടപ്പ് കണ്ടോ? എഴുന്നേക്കാൻ പോലും വയ്യാതായി. വിളി കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു എത്തുന്നതിനേക്കാൾ മുമ്പ് തീർന്നു. ഏതാ ഈ അലവലാതി ചെറുക്കൻ? അലവലാതി തന്റെ എന്റെ കൂടെ ഒന്ന് പണി പഠിക്കാൻ വന്ന ചെറുക്കനാ. പേര് അയ്യപ്പൻ. ഇവനെ എത്രയും വേഗം പറഞ്ഞു വിട്ടേക്ക്. ഇവന്റെ മുഖം കണ്ടാൽ ഞാൻ കുഴപ്പക്കാരനാണെന്ന്. കേട്ടല്ലോ? ഇയാൾ എന്റെ വാങ്ങിക്കും. ആ, മോള് വന്നോ? ആരാമാവത്? മോനെ, ഇത് തൊട്ടടുത്തുള്ള മഹാരാജ ടാക്കീസിലെ പോസ്റ്റ് ഒട്ടിക്കുന്ന ഐഡാമ. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ സിനിമാ പോസ്റ്റർ ഒട്ടിക്കോ? പിന്നെ പെണ്ണുങ്ങള് തെങ്ങേക്കയറി തേക്കായിരുന്നു. പിന്നെയാണ് പോസ്റ്റ് ഒട്ടിക്കുന്നത്. ഞാനാ ഉണ്ണിക്ക് ഫോൺ ചെയ്തത്. ഓ, അത് ശരി. നിങ്ങളുടെ വീടിന്റെ ജനാല തുറക്കുന്നത് തന്നെ മഹാരാജ ടാക്കീസിലേക്കല്ലേ? അതുകൊണ്ട് 6 മാസം ഉണ്ണിക്ക് ബോറടിക്കാതെ സിനിമയും കാണാം, അമ്മാവനെയും നോക്കാം. 6 മാസോ? അത് നടക്കില്ല. അതെന്താടാ? അയ്യോ, 6 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവന് വിസ എപ്പോഴാ വരെന്ന് പറയാൻ പറ്റില്ല. വിസയോ? എവിടുന്ന്? ദുബായിന്ന്. അടുത്ത ആഴ്ച വിസ വരുന്ന പറഞ്ഞിരിക്കണ. അതുകൊണ്ട് വിസ വരുന്നവരെ ഇവൻ അമ്മാവനോട് നിൽക്കും. അപ്പൊ നീ പോലെ? ഏയ്, എനിക്ക് ധൃതിയൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിർത്തി എന്റെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അയ്യോ, അത് വേണ്ട. എന്ന് ഞാൻ അമ്മാവനോടൊന്ന് പറഞ്ഞിട്ട് പോട്ടെ. ഞാൻ പോവാണ്. പാതി വഴിക്ക് വെച്ച് അമ്മാവൻ തട്ടിപ്പോയെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചാൽ ഞാൻ വരില്ല. നിന്റെ അമ്മാവനൊരു ബ്രഷും പേസ്റ്റും എത്രയും പെട്ടെന്ന് വാങ്ങി കൊടുക്ക്. ഉണ്ണി വന്നല്ലോ, ഞാൻ പോട്ടെ അമ്മാവ, നാളെ വരാം. ഐഡ പോളവിടെ നിന്നെ. പോകുന്ന വഴിക്ക് നമ്മുടെ അന്തോണിയസ് പുണ്യാളുടെ നടയില് 2 കൂടി മെഴുകുതിരി മേടിച്ച് കത്തിച്ചേക്കണം. എന്തിനാ അമ്മാവ? ഇവൻ ഒരിക്കലും വിസ വരാതിരിക്കാൻ. ഞാൻ കത്തിച്ചേക്കാം. എന്റെ അന്തോണിയസ് പുണ്യാളാ, എന്നെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ നേർന്നതാണേ. എന്നോട് ക്ഷമിക്കണേ. എക്സ്ക്യൂസ് മീ. എന്താ സാർ, ഒരു ലിഫ്റ്റ് തരൂ. കുറെ നേരമേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആ ഓട്ടോ സ്റ്റാൻഡ് വരെ മതി. 1/2 മണിക്കൂർ കഴിഞ്ഞ് ബസ് വരുള്ളൂന്നാ. അല്ല, അവിടം വരെ നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ. സർ, പ്ലീസ് സർ. കേറിക്കോ. താങ്ക് യു. എന്താ പേര്? റോസ് ജോൺ. ഓ, ചവി ചവി ചവി. അയ്യോ, മാല. അയ്യോ, എന്റെ മാല. കള്ളി കള്ളി. എന്റെ മാല പഠിച്ചോണ്ട് വന്നേ. എടി എടി ഇല്ലടി ഇവിടെ. കള്ളി നാട്ടുകാരെ, കള്ളി വരുന്നേ. കള്ളി കള്ളി. അവിടെ നിൽക്കാനാ പറഞ്ഞത്. അവിടെ നിൽക്കാൻ. എന്നെ ഒന്ന് രക്ഷിക്കണം. എന്താ എന്താ ഉണ്ടായി? ഉപദ്രവിക്കാൻ വരിക ഒരാള്. അല്ലല്ല, 3 പേരുണ്ട്. ആരാ അവരൊക്കെ? അറിയില്ല. ഒന്ന് വണ്ടി വേഗം വിടും. ഒന്ന് വേഗം പോയിക്കോ. വേഗം വേഗം വേഗം. പേടിക്കാതിരിക്കൂ. വേഗം വേഗം. ഞാനില്ലേ കൂടെ? നിർത്തില്ല, വേഗം പോയിക്കോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇവിടെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റും. വണ്ടി സ്റ്റേഷനിലോട്ട് നോക്കി നിൽക്കാതെ പോയി ജീപ്പിക്ക്